ഹായ് ഓൾ ഈ കാണുന്ന മോം ഡോട്ടർ കോംബോയിലെ ഡ്രസ്സസ്സാണ് ഇന്ന് ഡിസൈൻ ചെയ്യുന്നത്. ഇതൊരു ഓണം ഔട്ട്ഫിറ്റായിരുന്നു. അപ്പോൾ ഓണം കഴിഞ്ഞ സമയത്ത് എനിക്കിത് വീഡിയോ ചെയ്യാൻ വോയിസ് പോയിരിക്കുവായിരുന്നു കോൾഡായിട്ട്. അപ്പോൾ എനിക്കത് ചെയ്യാൻ പറ്റിയില്ല. ലേറ്റായിപ്പോയി. അപ്പോൾ ഫസ്റ്റ് ഞാൻ ബേബിക്ക് സ്കേർട്ടും ടോപ്പും ആണ് ചെയ്തത്. അപ്പോൾ ഇത് സ്കേർട്ടിൻ്റെ ഫാബ്രിക്കാണ്. ഇതൊരു ഇതൊരു ബനാറസി ഡയബിൾ ഫാബ്രിക്കാണ്. ഒരു പൂണൂൽ സിൽക്സ് എന്ന് പറഞ്ഞിട്ട് ഓൺലൈനിൽ നിന്ന് ഞാൻ മേടിച്ചതാണ്. 180 റുപ്പീസാണ് പെർ മീറ്റർ പ്രൈസ്. അപ്പോൾ ഈ ഒരു കുഞ്ഞിൻ്റെ സ്കേർട്ടും ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ ഒരു ടോപ്പിനും ഫാബ്രിക് എടുക്കുന്നുണ്ട്. 2 മീറ്റർ ഫാബ്രിക് മാത്രമേ മേടിച്ചിട്ടുള്ളായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് 2 ഔട്ട്ഫിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് പ്ലീറ്റ്സ് എടുത്തെടുത്ത് ഞാൻ ജസ്റ്റ് സ്കേർട്ടായിട്ട് ചെയ്തെടുക്കുവാണ്. സ്കേർട്ട് ചെയ്യുന്ന വീഡിയോസ് മുമ്പ് ചെയ്തിട്ടുണ്ട് ഒരുപാട്. സ്കേർട്ടും പാൻറ്റും ഒക്കെ സെയിം ഇതുപോലെ മടക്കി വെച്ചിട്ട് മുകൾ ഭാഗത്ത് എലാസ്റ്റിക് കയറ്റാൻ വേണ്ടിയിട്ടുള്ള അത്രയ്ക്ക് വീതിയിൽ വിട്ടിട്ട് എലാസ്റ്റിക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് ഇങ്ങനത്തെ ഫാബ്രിക് പട്ടിൻ്റേതായതുകൊണ്ട് തന്നെ നമ്മൾ പ്ലീറ്റ്സ് ഒന്ന് അയൺ ചെയ്ത് വെക്കുന്നുണ്ട്. കുറച്ചൊരു ആ പ്ലീറ്റ്സ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഒരുപാട് തിക്കായിട്ടിരിക്കുന്ന ഫാബ്രിക്കല്ല. ബനാറസി ഫാബ്രിക് എന്നാണ് പറയുന്നത്. പക്ഷെ കയ്യിലെടുക്കുമ്പോൾ ഭയങ്കര യൂസർ ഫ്രണ്ട്ലി ആയിട്ട് ഉണ്ട്. അപ്പോൾ ഇതിൽ സ്കേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഓണം ഔട്ട്ഫിറ്റാണ്. പിന്നെ എല്ലാ ടോപ്സിൻ്റെ കൂടെയും നമുക്ക് പെയർ ചെയ്യാൻ പറ്റും. ഗോൾഡ് ആൻഡ് വൈറ്റ് കളറ്. അപ്പോൾ കുഞ്ഞിന് ഞാൻ എലാസ്റ്റിക് എടുക്കുന്നത് ഒരു 18 ഇഞ്ചസൊക്കെയാണ്. 20 വരെ എടുക്കാം. അപ്പോൾ അതാണ് എടുക്കുന്നത്. എന്നിട്ട് സ്കേർട്ട് ചെയ്തു. ഇത് ടോപ്പാണ്. ഒരു ക്രോപ്പ് ടോപ്പ് ചെയ്യുകയാണ്. ഇതിൻ്റെ ഫാബ്രിക് വരുന്നത് ഒരു ബ്രൊക്കേഡ് ഫാബ്രിക്കാണ്. അതൊരു പെർ മീറ്റർ 150 ഒക്കെ ഉള്ളതാണ്. അപ്പോൾ 1 മീറ്റർ ഫാബ്രിക്കാണ് മേടിച്ചിട്ട് എൻ്റെ ടോപ്പിനും കുഞ്ഞിൻ്റെ ടോപ്പിൻ്റെ യോക്ക് പോർഷനിൽ എൻ്റെ ടോപ്പിൻ്റെ യോക്ക് പോർഷനിലും കുഞ്ഞിൻ്റെ ക്രോപ്പ് ടോപ്പിനും എടുക്കുന്നുണ്ട്. എന്നിട്ട് അത് മെഷർമെൻറ്റ്സ് ഒക്കെ ഒന്ന് എടുത്ത് കൊടുക്കുവാണ്. 4.5 വെച്ചാണ് ഷോൾഡർ വിഡ്ത്തും ലെങ്ത്തും. എന്നിട്ട് നമ്മൾ ഈ ഷോൾഡറിൻ്റെ ഇവിടുന്ന് നമുക്ക് നെക്ക് മാർക്ക് ചെയ്തിട്ട് നെക്കിൻ്റെ ഷേപ്പ് ഇഷ്ടമുള്ളൊരു ഷേപ്പ് എടുക്കാം. സ്ക്വയറോ, ഇപ്പോൾ ഞാനിങ്ങനെ സ്ക്വയർ വെച്ചിട്ടൊരു ഇടയിലൂടെ ഒരു ലൈൻ കൊടുക്കുമ്പോൾ അതൊരു നല്ലൊരു നെക്ക് പാറ്റേൺ ആയിട്ട് നമുക്ക് കിട്ടും. എന്നിട്ട് നെക്കിൻ്റെ ഇറക്കത്തിൻ്റെ അവിടെയും ഷോൾഡറിൻ്റെ ഇറക്കത്തിൻ്റെ അവിടെ നിന്നും ഒരു 2.25 ഇഞ്ചൊക്കെ മാർക്ക് ചെയ്തിട്ട് നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുവാണ്. അവിടെ നിന്ന് അങ്ങോട്ടേക്ക് നമ്മൾ കട്ട് ചെയ്ത് മാറ്റാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇത് ഷോൾഡറിൻ്റെ അവിടെ വരെ ജോയിൻ ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. അവിടെ നമ്മൾ ഷോൾഡർ വേറെ ഫാബ്രിക് സെപ്പറേറ്റ് എടുത്തിട്ട് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് അവിടുന്ന് അങ്ങ് കട്ട് ചെയ്ത് മാറ്റി. എന്നിട്ട് ബാക്കിയുള്ള പാർട്സിൽ ബാക്കി നെക്ക് എത്രയാണോ വരുന്നത് അത് കട്ട് ചെയ്തെടുത്തേക്കുവാണ്. അപ്പോൾ നമുക്കിങ്ങനെയാണ് അത് കിട്ടുന്നത്. ഇത് ഇച്ചിരി വ്യത്യാസം ഉള്ള രീതിയിലാണ് ചെയ്യുന്നത്. ഫ്രണ്ട് നെക്കിന് ഒരു 5 ഒക്കെ ഇറക്കാം. ബാക്ക് നെക്ക് ഞാൻ കുറച്ചുകൂടെ ഇറക്കുന്നുണ്ട്. ബാക്കിൽ നമ്മൾ ഓപ്പൺ കൊടുക്കുന്നതുകൊണ്ട് പിന്നെ അവിടെ ഹുക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു വി ഷേപ്പിൽ ഇച്ചിരി ഇറക്കത്തിൽ 7 ഇഞ്ചൊക്കെ ഇറക്കത്തിൽ എടുക്കാം. എന്നിട്ട് ഫ്രണ്ടിൽ കട്ട് ചെയ്ത പോലെ തന്നെ ഇവിടെയും ആ 2.25 ഇഞ്ച് കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ നമുക്ക് ഷോൾഡറിൻ്റെ അവിടെ വരെ കിട്ടില്ല. ചെസ്റ്റിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്ക് ഈ ഫാബ്രിക് സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ആക്കും. അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഷോൾഡറിന് മുകളിലേക്ക് 2 പാർട്ട് കൂടെ നമ്മൾ വേറൊരു സെപ്പറേറ്റ് പീസ് വെച്ചിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുവാണ്. അത് ഞാൻ പ്ലീറ്റ്സ് എടുത്തിട്ട് അങ്ങനത്തെ ഷോൾഡറും വെക്കാമായിരുന്നു. ഞാൻ പ്ലീറ്റ്സ് എടുക്കുന്നതിനുള്ള ടൈം കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് പ്ലീറ്റ്സ് അല്ലാതെയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ലൈനിങ് ഫാബ്രിക്കിൽ അതിലേക്ക് അറ്റാച്ച് ചെയ്തിട്ട് മെയിൻ ഫാബ്രിക്കിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയതാണ്. ഞാൻ ഇങ്ങനെയാണ് പൊതുവെ ലൈനിങ് അറ്റാച്ച് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഫാബ്രിക് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. എല്ലാ എൻഡും കറക്റ്റായിട്ട് ഫിനിഷായിട്ട് കിട്ടും. പ്രത്യേകിച്ചും ബ്രൊക്കേഡ് ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമുക്ക് ആ നൂലൊക്കെ ഇങ്ങനെ പുറത്തോട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് കട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് പെർഫെക്റ്റായിട്ട് തന്നെ എല്ലാ എഡ്ജസും കിട്ടുന്നതാണ്. എന്നിട്ട് നമ്മൾ അകത്തെ വശം പുറത്തേക്ക് ആക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ
പതിച്ചൊന്നുകൂടെ അടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാണ് ഞാൻ ഷോൾഡറിൻ്റെ അവിടെ ജോയിൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഫാബ്രിക്. കുറച്ചുകൂടി വീതിക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് പ്ലീറ്റ്സ് ആയിട്ടും കൂടെ കൊടുക്കാം. അപ്പോൾ ഷോൾഡറിൻ്റെ അവിടെ കുറച്ചുകൂടി ഭംഗിയായിരിക്കും. അപ്പോൾ ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത്, ജസ്റ്റ് ഒരു മടക്കി വെച്ചിട്ട് ഒരു സ്റ്റിച്ച് കൊടുത്തിട്ട് അങ്ങനെയാണ്. എന്നിട്ട് നമ്മളിത് ലൈനിങ്ങിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. അപ്പോൾ നമുക്ക് പുറത്തേക്ക് ഇടുമ്പോൾ നമുക്ക് ആ സ്റ്റിച്ചിങ് ഒന്നും കാണാൻ പറ്റില്ല. കറക്റ്റായിട്ട് ആ സ്ലീവ്സിൻ്റെ ഭാഗം ഉള്ളിലേക്ക് തന്നെ ഇരിക്കും. എന്നിട്ട് അതേ സെയിം രീതിയിൽ തന്നെ ബാക്ക് പോർഷനും ഇതുപോലെ ഉള്ളിലേക്ക് വെച്ചിട്ട് ജസ്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. അപ്പോൾ ഉള്ളിലേക്ക് വെച്ചിട്ട് അത് ജോയിൻ ചെയ്തിട്ട് ഒരു സ്റ്റിച്ച് കൊടുത്തിട്ട് നമുക്ക് ലൈനിങ്ങിൻ്റെ അവിടെ നിന്ന് പുറത്തേക്ക് ഇടുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ ക്രോപ്പ് ടോപ്പ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ലൈനിങ് ഇത് വേറെ കളറാണ്, കോട്ടൺ വൈറ്റ് കളറ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അത് കംഫർട്ടബിൾ ആയിരിക്കും, പുറത്തേക്കൊന്നും കാണില്ല. നമ്മളെല്ലാ ഭാഗവും ജസ്റ്റ് പതിച്ചൊന്ന് അടിച്ചു കൊടുത്താൽ മതിയാവും. ഇതുപോലെ പടി വെച്ചിട്ടുണ്ട്. അടുത്ത എൻ്റെ ഈ ടോപ്പാണ്. ഇതൊരു ആലിയ കട്ട് ടോപ്പായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിനും യോക്ക് പോർഷനിൽ ആ ബ്രൊക്കേഡ് ഫാബ്രിക് എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ലൈനിങ്ങിൻ്റെ ഫാബ്രിക്കിൽ മെഷർമെൻറ്റ്സ് ഒക്കെ ഒന്ന് എടുത്തു കൊടുക്കുവാണ്. എല്ലാ മെഷർമെൻറ്റ്സും എടുത്തു കഴിഞ്ഞിട്ടാണ് ഞാൻ മെയിൻ ഫാബ്രിക്കിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ജസ്റ്റ് നമ്മുടെ യോക്ക് പോർഷനിലേക്ക് മാത്രമാണ് ഒരു 15 അല്ലെങ്കിൽ 13 ആണെങ്കിലും മതിയാവും യോക്ക് പോർഷനിൽ എടുക്കുന്ന ഈ ഫാബ്രിക്. അപ്പോൾ എന്നിട്ട് കഴുത്തിൻ്റെ നെക്കിൻ്റെ പോർഷൻ നമ്മൾ ഒരു നെക്ക് ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം സ്ക്വയർ വരച്ചു. എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് വളച്ച് ഡിസൈൻ ചെയ്യുവാണ്. എന്നിട്ട് നമ്മൾ ബോഡി പോർഷൻ കട്ട് ചെയ്ത് മാറ്റുവാണ്. ആം ഹോളിൻ്റെ അവിടെ നിന്ന് താഴേക്കും ഷേപ്സൊക്കെ കറക്റ്റ് കട്ട് ചെയ്ത് മാറ്റുവാണ്. നെക്ക് ബാക്ക് നെക്ക് റൗണ്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് മാറ്റി വെച്ചിട്ട് ഫ്രണ്ട് നെക്ക് മാത്രം ആദ്യം കട്ട് ചെയ്യുവാണ്. നമ്മൾ സ്ക്വയറിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഒന്ന് വളച്ച് വരച്ച് കൊടുത്തിട്ട് അപ്പോൾ അത് നമുക്ക് നല്ലതായിട്ടൊരു ഷേപ്പിൽ കിട്ടും. അതെടുത്തിട്ട് ബാക്ക് പോർഷൻ നമ്മൾ പിന്നെ റൗണ്ട് നെക്ക് സെപ്പറേറ്റ് ആണ്, കണ്ടോ. ഫ്രണ്ടിൽ നല്ല വൈഡായിട്ടുള്ളൊരു നെക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. കുറച്ച് നെക്ക് അകലം കൂട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വൈഡായിട്ടിരിക്കും. പിന്നെ ബാക്ക് ജസ്റ്റ് 4 ഇഞ്ചൊക്കെ ഇറക്കത്തിൽ മാത്രം സർക്കിളായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും. ലൈനിങ് പാർട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഈ ലൈനിങ് പാർട്ട് കട്ട് ചെയ്തിട്ട് ഞാനിത് ആ ഫാബ്രിക്കിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് എല്ലാ എഡ്ജസിലൂടെയും നമ്മൾ സ്ലീവ്സ് അറ്റാച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ സ്ലീവ്സിൻ്റെ ആം റൗണ്ടിൻ്റെ അവിടെ ജോയിൻ ചെയ്യേണ്ട കാര്യമില്ല. ഈ നെക്ക് പോർഷനും ഷോൾഡറും മാത്രമാണ് ജോയിൻ ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ എഡ്ജിൽ കൂടെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മറിച്ചിടുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും. പ്രത്യേകിച്ച് ഫ്രണ്ട് നെക്ക് ഞാനിവിടെ പേപ്പറൊന്നും അറ്റാച്ച് ചെയ്യാതെ സെപ്പറേറ്റ് കട്ട് പീസൊന്നും ചെയ്യാതെയാണ് ഡയറക്റ്റാണ് നെക്ക് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. പക്ഷേ കറക്റ്റ് ഷേപ്പിൽ തന്നെ കിട്ടുന്നുണ്ട്. നമ്മൾ വരച്ചെടുക്കുന്ന രീതിയിൽ തന്നെ നെക്ക് കിട്ടുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇത് സ്ലീവ്സ് ചെയ്യുവാണ്. സ്ലീവ്സും കുറച്ച് അത്യാവശ്യം ഒരു 15 ഇഞ്ചൊക്കെ ഇറക്കത്തിൽ കിട്ടുന്നുണ്ട്. എന്നിട്ട് നമ്മൾ സ്ലീവ്സിൻ്റെയും പാർട്സ് എല്ലാം മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. ഈ ഒരു ഫാബ്രിക് നമ്മൾക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോഴും നൂലൊന്നും അങ്ങനെ ഒരുപാട് വലിഞ്ഞൊന്നും പോവാത്ത ടൈപ്പാണ്. നല്ല ഫാബ്രിക്കായിട്ട് എനിക്ക് തോന്നി. 150 റുപ്പീസിന് വർത്താണ്. 2 ഔട്ട്ഫിറ്റിൽ യൂസ് ചെയ്യാൻ പറ്റി. അപ്പോൾ എല്ലാം കൂടെ എനിക്കൊരു 500 റുപ്പീസിൻ്റെ ഉള്ളിൽ 500 റുപ്പീസൊക്കെ ഉള്ള മെറ്റീരിയൽ എടുത്തിട്ടുള്ളൂ. ബേബിക്കും എനിക്കുമുള്ള ഡ്രസ്സ് ഡിസൈൻ ചെയ്യാൻ പറ്റി. പിന്നെ ഓണത്തിന് ഇതിൻ്റെ കുറച്ച് ബാക്കിയുള്ള ഫാബ്രിക് വെച്ചിട്ട് ഞാനൊരു ഫ്രോക്ക് കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ ബ്രദറിൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോയും ഞാൻ ഷോർട്സിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ ആലിയ കട്ട് ആയതുകൊണ്ട് തന്നെ ഫ്രണ്ട് പോർഷൻ്റെ മാത്രം യോക്ക് പോർഷൻ്റെ ഫ്രണ്ട് പാർട്ട് മാത്രം എടുത്തിട്ട് ഞാൻ വലിയ ആലിയ കട്ടിൻ്റെ വലിയ ഒരുപാടങ്ങ് കയറ്റി ചെയ്യുന്നില്ല. ചെറുതായിട്ടൊരു ഇത് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഒരു 3 ഇഞ്ച് മാത്രമാണ് കയറ്റിയിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് അവിടെ ഇങ്ങനെ നമ്മൾ ചരിച്ച് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ 3 ഇഞ്ച് നമ്മളത് നോർമലി 5 ഇഞ്ചൊക്കെ എടുക്കാറുണ്ട് അങ്ങനത്തെ ഫാബ്രിക്. ഇതിപ്പോൾ പട്ടിൻ്റെ ക്ലോത്ത് ആയതുകൊണ്ട് ഞാൻ കുറച്ച് സ്റ്റിഫായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഞാൻ ഒരുപാട് അങ്ങ് കയറ്റുന്നുണ്ടായിരുന്നില്ല. 3 ഇഞ്ചിൽ കട്ട് ചെയ്തു.
അപ്പോൾ നമ്മൾ താഴേക്കുള്ള പോർഷനിൽ നമ്മുടെ നേരത്തെ കണ്ട സെയിം ബനാറസി ഫാബ്രിക് എടുത്തിട്ട് പ്ലീറ്റ്സ് കൊടുത്ത് ഒന്ന് അടിച്ച് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കറക്റ്റ് ഈ ഫാബ്രിക്കിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് നമ്മളിവിടെ എത്രയാണോ ചരിവ് കൊടുത്തേക്കുന്നത് അതനുസരിച്ച് അതും ചരിച്ചൊന്ന് കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് നമ്മൾ യോക്ക് പോർഷനിലേക്ക് വെച്ച് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ വൈറ്റ് കളർ ഫാബ്രിക് നമ്മൾ ഓൾറെഡി അയൺ ചെയ്ത് വെച്ചിട്ടതാണ്. എന്നിട്ട് ഒരു സ്റ്റിച്ച് ജസ്റ്റ് ഒരു നോർമൽ സ്റ്റിച്ച് കൊടുക്കുക പ്ലീറ്റ്സ് എടുത്തിട്ട്. എന്നിട്ട് നമ്മൾ ഈ ഫ്രണ്ടിലെ പോർഷനിൽ വരുമ്പോൾ ആലിയ കട്ടിൻ്റെ ആ ഷേപ്പിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് മാർക്ക് ചെയ്ത് വെച്ചിട്ട് നമ്മൾ അതായത് 3 ഇഞ്ച് ആലിയ കട്ടിൻ്റെ യോക്ക് പോർഷനിൽ കയറ്റിയ സ്ഥാനത്ത് കയറ്റി കട്ട് ചെയ്തെടുത്ത് ഈ വൈറ്റ് കളറിൽ വരുമ്പോൾ ആ 3 ഇഞ്ച് താഴേക്ക് ഇറക്കി മാർക്ക് ചെയ്ത് കൊടുക്കുക. ഒരു ലൈൻ കൊടുത്തിട്ട് അതുവഴി ഒന്ന് ആ പ്ലീറ്റ്സ് കറക്റ്റ് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് വേണം യോക്ക് പോർഷനിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇതാണ് ഈ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഓണ ഫങ്ഷന് ഞങ്ങൾ ഇട്ടതായിരുന്നു. ഈ ബ്ലൂ കളർ ബ്രൊക്കേഡ് ഫാബ്രിക് ആ വൈറ്റുമായിട്ട് വരുമ്പോൾ ഭയങ്കര ഭംഗിയുണ്ട്. ഇതുപോലെ ബ്യൂട്ടിഫുൾ ഔട്ട്ഫിറ്റ്സ് ഡിസൈൻ ചെയ്യുന്നത് എൻ്റെ വലിയൊരു പാഷനാണ്. ഇങ്ങനത്തെ ബ്യൂട്ടിഫുൾ ഔട്ട്ഫിറ്റ്സിൻ്റെ ഡിസൈനിങ് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.